അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സൂപ്പർ കപ്പിന്റെ ഫിക്ചേഴ്സ് വരുന്നു. എന്തായാലും ഏപ്രിൽ 20 ആരംഭിച്ച് മെയ് 3 തീരുന്ന, അതായത് വെറും 2 ആഴ്ച മാത്രമുള്ള ഒരു ഫോമാറ്റ് ആയിരിക്കും നടക്കുന്നുണ്ടാകുക. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊന്നുമില്ല, ഫുൾ നോക്കൗട്ട് മത്സരങ്ങളാണ്. റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഒറ്റ വെന്യൂവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം ഒഡീഷയിലാണ്, ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് മത്സരങ്ങളൊക്കെ തന്നെ നടക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇനാഗുറൽ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അന്ന് തന്നെ മറ്റൊരു മത്സരമുണ്ട്, മോഹൻ ബഗാനും ഐ ലീഗിൽ 3 ആയിട്ട് എത്തുന്ന ടീം, അതായത് 3rd പ്ലേസിൽ എത്തുന്ന ടീമുമായിട്ടുള്ളൊരു മത്സരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം വരുന്ന സമയത്ത് മിക്കവാറും ഗോകുലം കേരള വരാനാണ് സാധ്യത. നിലവിൽ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ 4ാം സ്ഥാനത്താണ്, പക്ഷേ മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത് ഗോകുലം കേരളയും ഈ പറഞ്ഞ പോലെ ചർച്ചിൽ ആൻഡ് ഇന്റർകാഷ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഗോകുലമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ളൊരു മത്സരം ക്വാർട്ടർ ഫൈനലിൽ കാണാം, ഈ 2 ടീമുകൾ വിജയിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ കൊൽക്കത്ത ഡെർബി കാണാം, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള ഒരു കേരള ഡെർബി കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് നടക്കുന്ന മത്സരങ്ങൾ FC ഗോവയും ഐ ലീഗിൽ 2ാമെത്തുന്ന ടീമായിട്ടുള്ള ഒരു മത്സരമാണ്. പിന്നെ ഒഡീഷ FCയും പഞ്ചാബ് FCയും തമ്മിൽ ആണ് പോരാട്ടം നടക്കുന്നത്. പിന്നെ ബംഗളൂരു FCയുടെ എതിരാളികൾ ഐ ലീഗിൽ ചാമ്പ്യൻസ് ആകുന്ന ടീമായിരിക്കും എന്നുള്ളതാണ്. അത് ആരാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, നമുക്കറിയാമല്ലോ. എനിവേ, അടുത്തത് മുംബൈ സിറ്റി FC ചെന്നൈ നേരിടും. അതുപോലെ നോർത്ത് ഈസ്റ്റ് മുഹമ്മദനെയും ജംഷഡ്പൂർ ഹൈദരാബാദ് FCയുമാണ് നേരിടാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പറഞ്ഞല്ലോ ഏറ്റവും വലിയൊരു കോമഡി, ഏതൊക്കെ ഐ ലീഗ് ടീമുകളാണ് പങ്കെടുക്കുന്നത് എന്നുള്ളൊരു കൺഫർമേഷൻ ഒഫീഷ്യലി വന്നിട്ടില്ല. നിലവിൽ ആരാണ് ചാമ്പ്യൻസ് എന്നുള്ള ഒരു വെർഡിക്റ്റ് വരാനിരിക്കുന്ന 28ാം തീയതി മറ്റാണ്. അപ്പം അതിനേക്കാൾ 8 ദിവസം മുന്നെയാണ് സൂപ്പർ കപ്പ് തുടങ്ങുന്നത്. അപ്പം ഇത് ടൈം ട്രാവൽ ചെയ്ത് ആളുകളെ ഡിസൈഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് ഒരു ചോദ്യചിഹ്നമായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ AFF എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫെഡറേഷൻ്റെ പ്രശ്നങ്ങൾ. ഒന്ന് സൂപ്പർ കപ്പ് തന്നെ ഒരു അനിശ്ചിതത്വം നടക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത് ആരും ഏറ്റെടുക്കാനില്ല എന്നുള്ള സാഹചര്യത്തിലാണ് അവസാനം ഈ പറഞ്ഞ കലിംഗ സൂപ്പർ കപ്പായി മാറി ഭുവനേശ്വറിൽ നടക്കുന്നത്. അതിനുശേഷം ഐ ലീഗിൻ്റെ വിന്നേഴ്സ് ആരാണെന്ന് ലീഗ് കഴിഞ്ഞിട്ടും 1 മാസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ, ആരാണ് സൂപ്പർ കപ്പിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ള അറിയാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പല ഇതിൻ്റെ ഫോർമാറ്റിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ISL ഒരു നിരാശയായിരുന്നു. ഇനി സൂപ്പർ കപ്പെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാലും ഡേവിഡ് കാറ്റല എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പരിശീലകൻ്റെ അണ്ടറിൽ കളിക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരമായിരിക്കും ഈസ്റ്റ് ബംഗാളിനെതിരെ നടക്കാൻ പോകുന്ന ഒരു മത്സരം. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ്, പ്രതീക്ഷകൾ എന്നൊക്കെ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സനിയ.